നാളെ കായിക പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പിന് തുടക്കം കുറിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സിയും സംഘവുമാണ് കിരീടം ഉയർത്തിയത്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിന് ശേഷം ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസ ഫുട്ബോളർ തന്റെ ആദ്യ ലോക കിരീടത്തിൽ ചുംബിച്ച കാഴ്ച ഫുട്ബോൾ പ്രേമികൾ ഒരിക്കലും മറക്കാനിടയില്ല. 3.5 പതിറ്റാണ്ടോളം കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മെസ്സിയും സംഘവും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്ക് കപ്പ് തിരികെ എത്തിച്ചത്. പിറ്റേന്ന് രാജ്യത്തിന് മുഴുവൻ അവധി നൽകി അർജന്റീന പാട്ടും നൃത്തവുമായി ആഘോഷങ്ങൾ തുടരുകയും ചെയ്തു. അന്ന് ലോകകപ്പ് നേടിയ ശേഷം ലയണൽ മെസ്സി അത് ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു സമർപ്പണം എന്ന പോലെ നിന്നിരുന്നു. അത് 36 വർഷങ്ങൾക്ക് മുന്നേ തങ്ങളുടെ രാജ്യത്തിലേക്ക് ഈ ലോകകപ്പ് കൊണ്ടുവന്ന മഹാനായ ഒരു കളിക്കാരനുള്ള ആദരവായിരുന്നു. അതായിരുന്നു അർജന്റീനിയൻ ഫുട്ബോൾ ദൈവം ഡീഗോ മാറഡോണ. 3 ലോകകപ്പുകൾ നേടിയ ബ്രസീലുകാരൻ പെലെയാണ് എക്കാലത്തെയും മികച്ച ഫുട്ബോളർ എന്ന കാര്യത്തിൽ തർക്കം ഇല്ലാതിരുന്ന ഒരു കാലത്താണ് മൈതാനങ്ങളിൽ ഡീഗോ മറഡോണ എന്ന പേര് ഇടിമുഴക്കം പോലെ കേൾക്കുന്നത്. അന്നുവരെ പെലെ എന്ന് മാത്രം ആർത്തു വിളിച്ച മൈതാനങ്ങളിൽ പിന്നീട് 5 അടി 5 ഇഞ്ച് മാത്രം ഉയരമുള്ള ആ ചെറിയ മനുഷ്യന്റെ പേരാണ് മുഴങ്ങിക്കേട്ടത്. ഉയരക്കുറവുണ്ടെങ്കിലും ഒരു കാളക്കൂറ്റിന്റെ കരുത്തോടെ മൈതാനം അടക്കിവാണ് അയാളുടെ മാത്രം മികവിലാണ് 1986 അർജന്റീന ലോകകപ്പ് നേടുന്നത്. 1978 അർജന്റീനൻ യുവ ടീമിലെ പുത്തൻ താരോദയമായിരുന്ന മറഡോണ എന്ന 17-കാരനെ ദേശീയ ടീമിൽ ഉൾപ്പെടുത്താൻ ടീം അധികൃതർ മടിച്ചു നിന്നിരുന്നു. ലോകകപ്പിൽ കളിക്കാനുള്ള പക്വത ഇല്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ മാനേജ്മെന്റ് മാറ്റി നിർത്തിയത്. എന്നാൽ തന്നെ ആദ്യം അവഗണിച്ചവർക്ക് മറുപടി നൽകിക്കൊണ്ട് 1979 അണ്ടർ-20 ലോകകപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കി ഡീഗോ മറഡോണ ലോക ഫുട്ബോളിൽ തന്റെ വരവറിയിച്ചു. 82 ലോകകപ്പിൽ 5 മത്സരങ്ങളിൽ നിന്നായി 2 ഗോളുകൾ മാത്രമേ നേടാനായുള്ളൂവെങ്കിലും മറഡോണ എന്ന പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. 86 ലോകകപ്പ് മറഡോണ എന്ന പ്രതിഭയെ ലോകം മുഴുവൻ അംഗീകരിച്ച സമയമായിരുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് നേടിയ 5 ഗോളുകൾ മാത്രമായിരുന്നില്ല ആരാധകരെ ഞെട്ടിച്ചത്. ടൂർണമെന്റിൽ ഉടനീളം എതിർ ടീമിന്റെ പ്രതിരോധ നിരയെ വെല്ലുവിളിച്ച് നടത്തിയ മുന്നേറ്റങ്ങൾക്കിടയിൽ 53 തവണയാണ് മറഡോണ ഫൗൾ ചെയ്യപ്പെട്ടത്. അതിലൂടെ നിരന്തരം ഫ്രീ കിക്കുകൾ നേടിയെടുത്ത് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും ടീമിന് കഴിഞ്ഞിരുന്നു. ലോകം മുഴുവൻ മറഡോണയെ മാലാഖ എന്ന് വിളിച്ചപ്പോൾ മെക്സിക്കൻ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിന്റെ ദിവസം അദ്ദേഹത്തെ ചെകുത്താനെന്ന് വിളിച്ചത് ഇംഗ്ലണ്ടിന്റെ ആരാധകരായിരുന്നു. ഡീഗോ മറഡോണ തന്റെ വിശ്വരൂപം പുറത്തെടുത്ത അന്നത്തെ ദിവസം ദൈവത്തിന്റെ കൈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിവാദ ഗോൾ പിറന്നത് 51-ാം മിനിറ്റിലായിരുന്നു. അതിനെ ചെകുത്താന്റെ കൈ എന്ന് പരിഹസിച്ചത് ഇംഗ്ലീഷ് ആരാധകരാണ്. എന്നാൽ 4 മിനിറ്റിനകം നൂറ്റാണ്ടിന്റെ മനോഹര ഗോൾ നേടി മറഡോണ അതിന് പ്രായശ്ചിത്തം ചെയ്തു. 55-ാം മിനിറ്റിൽ സ്വന്തം പകുതിയിൽ നിന്ന് ലഭിച്ച പന്തുമായി 51 മീറ്ററോളം ഒറ്റയ്ക്ക് മുന്നേറി 4 ഡിഫൻഡർമാരെയും ഇംഗ്ലണ്ട് ഗോളി പീറ്റർ ഷിൽട്ടനെയും മറികടന്നാണ് മറഡോണ സമാനതകളില്ലാത്ത നൂറ്റാണ്ടിന്റെ ഗോൾ നേടിയത്. ബെൽജിയത്തിനെതിരായ സെമിയിലും ഇരട്ട ഗോൾ നേട്ടവുമായി മുന്നിൽ നിന്ന് നയിച്ച മറഡോണ ഫൈനലിൽ പശ്ചിമ ജർമ്മനിക്കെതിരെ നിർണായകമായ അസിസ്റ്റുമായി അവസരത്തിനൊത്ത് ഉയർന്നു. കളി 2-2 എന്ന നിലയിൽ നിൽക്കെ 86 മിനിറ്റിൽ ബൊർഷോയ്ക്ക് നൽകിയ അസിസ്റ്റിൽ മറഡോണ എന്ന പ്രതിഭയുടെ കയ്യൊപ്പ് കൂടി ഉണ്ടായിരുന്നു. 3-2 ജർമ്മനിയെ വീഴ്ത്തിയ അക്കുറി അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ കപ്പേന്തിയ മറഡോണയെ എടുത്തുയർത്തിയാണ് ടീം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ടൂർണമെന്റിൽ 5 വീതം അസിസ്റ്റുകളും ഗോളുകളുമായി മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയത് ഡീഗോ മറഡോണയായിരുന്നു. അമിത പ്രതീക്ഷയുടെ ഭാരവുമായി അടുത്ത 2 ലോകകപ്പുകൾക്കും എത്തിയപ്പോൾ അർജന്റീനയ്ക്കും മറഡോണയ്ക്കും നിരാശയായിരുന്നു ഫലം. 90 ലോകകപ്പിൽ അർജന്റീന ഫൈനൽ വരെ എത്തിയെങ്കിലും ഫൈനലിൽ ജർമ്മനിയോട് തോൽവിയായിരുന്നു ഫലം. ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും നേടാനാകാതെ മറഡോണ നിരാശപ്പെടുത്തുകയും ചെയ്തു. ഈ ലോകകപ്പിൽ മാത്രം 50ഓളം തവണ അദ്ദേഹത്തെ വീണ്ടും ഫൗൾ ചെയ്തിരുന്നു. 1994 ലോകകപ്പിൽ ഗ്രീസിനെതിരെ ഒരു ഗോൾ നേടി തിരിച്ചുവരവിന്റെ സൂചന നൽകിയെങ്കിലും 2-ാം മത്സരത്തിന് ശേഷം ഉത്തേജക മരുന്നടിച്ചുവെന്ന് വലിയൊരു തിരിച്ചടി നേരിട്ടു. അർജന്റീനയ്ക്ക് വേണ്ടി അവരുടെ വീരനായകൻ അവസാനമായി ജേഴ്സി അണിഞ്ഞത് ആ മത്സരത്തിലായിരുന്നു. ഫിഫ മറഡോണയ്ക്ക് ദീർഘനാളത്തെ വിലക്ക് ഏർപ്പെടുത്തിയതോടെ കളിക്കാരനെന്ന നിലയിലുള്ള കരിയർ പാതി വഴിയിൽ അവസാനിച്ചു. പിന്നീടും നിരവധി ക്ലബ്ബുകളുടെ പരിശീലകനായി ചുമതലയേറ്റ ഡീഗോ മറഡോണ 2010 അർജന്റീനയുടെ പരിശീലകനായി ലോകകപ്പിനുമെത്തി. എന്നാൽ ക്വാർട്ടറിൽ ജർമ്മനിയോട് തോൽക്കാനായിരുന്നു അവരുടെ വിധി. 2020 നവംബർ 25-നായിരുന്നു ഡിയാഗോ അർമാൻഡോ മാറഡോണ എന്ന കാൽപന്തിന്റെ മാന്ത്രികൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്. പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾക്കിടയിലും ലഹരിയുടെ കുരുക്കിൽപ്പെട്ടു പോയ ആ ജീവിതം പിന്നീട് പല വിവാദങ്ങളിലും അകപ്പെട്ടു പോയിരുന്നു. ആധുനിക യുഗത്തിൽ കളിച്ചിരുന്നെങ്കിൽ ഡീഗോ മറഡോണ ലയണൽ മെസ്സിയേക്കാൾ മികച്ച കളിക്കാരനാകുമായിരുന്നുവെന്ന അഭിപ്രായങ്ങളാണ് പലർക്കുമുള്ളത്. അത് മെസ്സി മോശക്കാരനായതുകൊണ്ടല്ല. ആധുനിക സൗകര്യങ്ങളും ടർഫുകളും ഉപയോഗിച്ച് മറഡോണ ഇക്കാലത്ത് കളിക്കുകയാണെങ്കിൽ എക്കാലത്തെയും മികച്ച കളിക്കാരൻ ആരാണെന്നതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല. മെസ്സി അർജന്റീനക്ക് ദൈവപുത്രനായ മിശിഹ തുല്യനാണെങ്കിൽ അതിലും മേലെയാണ് മറഡോണയുടെ സ്ഥാനം. മറഡോണ അവരുടെ ഫുട്ബോൾ ദൈവമാണ്.